ഹേയ് ഓൾ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങൾക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യയിൽ ഒന്നടങ്കം ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണല്ലേ. അതായത് നമ്മുടെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം നമ്മളിന്ന് ആഘോഷിക്കുന്ന ഒരു നിറവിലാണ് നമ്മളിന്നുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അങ്ങനെ 80 വർഷം തികയുകയാണ്. അപ്പോൾ ഈ ഒരു മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫെസ്റ്റിവൽസിൻ്റെ സമയമാണല്ലേ. അതായത് ഇപ്പോൾ അതാ പിന്നെന്താണ് സ്വാതന്ത്ര്യദിനം വന്നു, ഇനിയിപ്പോൾ അടുത്തത് നബിദിനം വരുന്നുണ്ട്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മലയാളികളുടെ ഫെസ്റ്റിവലായിട്ടുള്ള ഓണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനൊക്കെയുള്ള വെയിറ്റിങ്ങിലാണല്ലേ. എനിക്കൊണ്ട് കഴിഞ്ഞ വർഷവും നബിദിനം ഓണമൊക്കെ ഇതേപോലെ ഒരുമിച്ചായിരുന്നു. തിരുവോണത്തിനായിരുന്നു തോന്നുന്നു നബിദിനം വന്നത്. ഇത്തവണ ഉത്രാടത്തിനാണല്ലേ നബിദിനം വരുന്നത്, അങ്ങനെയാണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും റബീഉൽ അവ്വൽ ഇന്നലെയായിരുന്നു ഒന്ന്, അത് കഴിഞ്ഞു. അതിൻ്റെ പിന്നെ പള്ളിയിൽ കൊടിയുയർത്തൽ കാര്യങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ ജുമാക്ക് ശേഷം പള്ളിയിൽ കൊടിയുയർത്തൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പള്ളിയിൽ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മഹലിൽ കൂടെയും ഇന്നലെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ കൊടിയുയർത്തലുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ കുട്ടികളും എല്ലാ മക്കളൊക്കെ ഇന്ന് സ്കൂളിൽ പോയിട്ട് കൊടിയുയർത്തലും കാര്യങ്ങളും അതേപോലെ തന്നെ മിഠായി സ്വീറ്റ്സ് വിതരണവും ലഡു കാര്യങ്ങൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ആഘോഷിച്ചിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഞാൻ വിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലനമോളുടെ 2ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് വരുന്നത്. അതായത് അവൾ ജനിച്ചതിന് ശേഷം 2ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണിത്. അപ്പോൾ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കന്ന് ആകെ എത്ര 1 മാസം 1.5 മാസമൊക്കെ അന്ന് വയസ്സുണ്ടായിരുന്നുള്ളൂ. അതായത് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് ചക്കരയും പിന്നെ ലനമോളൊക്കെ അവിടെ പാലക്കാടായിരുന്നു. അപ്പോൾ അന്ന് നൗഫൽ ഇതേപോലെ അലേഹാൻ്റെയൊക്കെ ഒപ്പം ഇരുത്തിയിട്ട് അലേഹാക്ക് അന്ന് ഈ പ്രായമുണ്ട്. കഴിഞ്ഞ വർഷം ഇതേപോലെ അലേഹാക്ക് ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കയ്യിൽ കൊടിയൊക്കെ കൊടുത്തിട്ട് ലനമോൾക്ക് ഒരു കൊടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഒന്ന് ചക്കര വിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോണിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ആ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്ത് തരാം. അപ്പോൾ അതേപോലെ ഇപ്പോൾ അലാനാക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവളുടെ ഒന്നും കൂടിയൊക്കെ ഒന്ന് ഗ്രോത്തായി ഒന്നും കൂടിയൊക്കെ വളർന്നിട്ടുള്ളൊരു സ്വാതന്ത്ര്യ ദിനമാണിത്. അപ്പോൾ ശരിക്കും ഇത് ഫസ്റ്റ് സ്വാതന്ത്ര്യ ദിനമായിട്ടാണ് ഇത് കണക്ക് കൂട്ടുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലനമോളെ നമ്മളൊന്ന് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സ്റ്റൈലൊന്ന് ഒരുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അതായത് ഒന്നുമില്ല, ഫ്രോക്കും അതേപോലെ തന്നെ അത് നമ്മുടെ ആ ഒരു നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ ഒരു കളർ തീം ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് കുറച്ച് വർക്ക് ചെയ്ത് ഡിസൈൻ ചെയ്തൊന്ന് ഒരുക്കിയെടുക്കാൻ പോകണം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം അവൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചക്കര ഒരുക്കണം. ചക്കരയും മയും കൂടി ചേർത്തിട്ടാണ് അവിടെ അത് ഒരുക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള സാധനങ്ങൾ ഇന്നലെ വാപ്പ ടൗണിൽ നിന്ന് വന്നപ്പോൾ പുറത്തുനിന്ന് ഒരു ഫ്ലാഗ് വാങ്ങിക്കൊണ്ടുവന്നു. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ക്ലിപ്പും ബണ്ണും വളയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം ലനമോള് സ്വാതന്ത്ര്യ ദിനത്തിനുള്ള കുട്ടിയായോ സ്വാതന്ത്ര്യ കുട്ടിയായോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വാ. എവിടെ കുട്ടി, എവിടെ ചക്കര? ഗൈസ്, അങ്ങനെ ഇതാ എൻ്റെ സ്വാതന്ത്ര്യദിന കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒന്ന് കാണട്ടെ, ആരത്? സ്വാതന്ത്ര്യദിന കുട്ടി എവിടെ? അവിടെ പടച്ചോനെ, അതാ കൊടി ഊരിയെടുത്തു. കൊടി കുട്ടി, പിന്നെ കുട്ടിക്ക് എന്ത് സ്വാതന്ത്ര്യം? കൊടി വലിച്ചെന്ന് കൊടി വലിച്ചെന്ന് കീറാൻ പാടില്ല. അപ്പനെ ജയിലിലാക്കോ? കുട്ടിക്ക് അറിയൊന്നുമില്ലല്ലോ. അപ്പോ എവിടെ എന്റെ കുട്ടിന്റെ കോസ്റ്റ്യൂം ആണട്ടെ, ഇങ്ങോട്ട് അപ്പോ ഞാനതാ പോയിട്ട് ഒരു നമ്മുടെ ഡ്രസ്സിൽ കുത്തണ ഒരു ഫ്ലാഗിന്റെ ക്ലിപ്പ് വാങ്ങിക്കൊണ്ട് വന്നു, ഒരു ബണ്ണ് റിബൺ വാങ്ങിക്കൊണ്ട് വന്നു. വള നോക്കട്ടെ, വള എവിടെ? വള അതാ ഫ്ലാഗിന്റെ കളറുള്ള വള ഉണ്ട്, കയ്യിലിടുന്ന ബണ്ണുണ്ട്. ഓവറോള് ഇപ്പൊ ഒരു സ്വാതന്ത്ര്യദിന കുട്ടിയായി. പടച്ചോനെ, കഴിഞ്ഞ വർഷം എടുത്ത ഓർമ്മ അലേഹ എത്ര ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അന്ന്. അപ്പോ ഒന്നുമില്ല കേസ്, നമ്മള് വെറുതെ ഇതേപോലെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട്, അതായത് ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. അപ്പോ കുട്ടിക്ക് ഫോട്ടോ ആരാ വാപ്പൊന്നുമല്ലേ, കുട്ടിക്ക് ഒന്ന് കുട്ടിയൊന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇതൊക്കെ ഒന്ന് വാങ്ങിയതാണ്. വർഷത്തിലൊരിക്കലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് ഒരുക്കിയതാണ്. അപ്പോൾ അതാ നിൽക്കണു എൻ്റെ ഇൻഡിപെൻഡന്റ് ഡേ കുട്ടി. എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയിട്ട് കമന്റ് ചെയ്യും. കാത്തു, ഓ ഇവിടെ കാത്തു ഒന്ന്, അതിനെ കണ്ടിട്ടാണ് കാത്തുവിനെ കണ്ടിട്ടാണ്. കാത്തു, അതാ കാത്തുവിനെ കണ്ടിട്ട്. അലാന
ഇതെന്താ ഗോൾഡ് കളർ കണ്ടിട്ടാണ് വലിച്ചെടുക്കുന്നത്. അതിലാ ഗോൾഡ് ആ മുത്ത് കണ്ടിട്ടാണ്. അടുത്ത വർഷമാകുമ്പോ ഒന്നുകൂടി നടക്കാനൊക്കെ ആവും. വന്ദേ മാതരം എന്നൊക്കെ പറയാനാവും. അടുത്ത വർഷമാകുമ്പോ എന്ത് ചെയ്യും നമുക്ക്? വന്ദേ മാതരം എന്നൊക്കെ പറയാനാവും. ഇപ്പൊ പറയാനായില്ല, നടക്കാനായില്ല. പാടി നല്ല രസമുണ്ട്. റിബണൊക്കെ കെട്ടി. ക്ലിപ്പ് ഞാൻ നോക്കി അവിടെ, പക്ഷെ ക്ലിപ്പ് കഴിഞ്ഞു. ക്ലിപ്പ് സംഭവം ക്ലിപ്പ് വരാറുണ്ട്, തലയിൽ കുത്തുന്ന ക്ലിപ്പ് വരാറുണ്ട്. ആപ്പാടെ പോയിരുന്നു, തോട്ടത്തിൽ പോയിരുന്നു. ഈ നിക്കണായിരുന്നു നോക്ക്, ഈ നിക്കണായിരുന്നു സ്വാതന്ത്ര്യദിനം കിട്ടി. ഹലോ 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 ഹലോ. അല്ലാ വളയുണ്ട്, മാലയുണ്ട്, എനിക്ക് വലിയ കൊടിയും വെച്ചോണ്ട്. അല്ലാ സ്വാതന്ത്ര്യം കിട്ടി. അലാനാര ആദ്യത്തെ സ്വാതന്ത്ര്യമാണ്, അലാനാര രണ്ടാമത്തത്. ഇന്ത്യയുടെ ഇത് പടച്ച തമ്പുരാന് അടിപൊളി. കൊള്ളാം കൊള്ളാം മക്കളെ, നല്ലത്. രസമുണ്ടോന്ന് ചോദിച്ചു അലാന? കൊള്ളാം 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 മക്കളെ. കൊടി പിടിക്കും മക്കളെ, കൊടി പിടിച്ചോ. ജനഗണമന പാടിക്കണേ മക്കളെ. ജനഗണമന ജനഗണമാണെങ്കിൽ 3-4 വയസ്സെടുക്കും. ജനഗണ സൂപ്പർ. അല്ല ഇത് എവിടെ നിന്ന് ഒപ്പിച്ചിട്ടാ ഈ ഫ്രാക്കൊക്കെ? ഇതൊക്കെ നമ്മള് വാങ്ങി അല്ലടേ. ഫ്രോക്ക് ഉണ്ടായിരുന്നു, ബാക്കി ആ റിബണ്, ആ കുത്തുന്നത്, കയ്യിലിടുന്ന വള, ബാൻഡ്, ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പോയി മേടിച്ചു. ഫ്ലാഗ് ഇന്നലെ വാപ്പ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അല്ലേ ലെന മോളെ? എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ഗൈസ് അങ്ങനെ അടുത്തത് ബുള്ളറ്റ് ഇരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് വിചാരിച്ചപ്പോ അതേ ബുള്ളറ്റിന്റെ മുകളിൽ കയറിട്ട് അങ്ങനെ ഇരിക്കാണ്. എവിടെ ഇരിക്കണത്? അല്ല അതാ പോണു, അതാ പോണു. ബഹുമാനപ്പെട്ട സദർസ്ഥാനം അന്നങ്ങനെ വളിക്ക് വേണ്ടട്ടോ. അലാന അടിപൊളിയായില്ലേ? അടിപൊളി അടിപൊളി, സൂപ്പർ 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 സൂപ്പർ. വാങ്ങിയാലും സ്വാതന്ത്ര്യനാകുമ്പോൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇതിനിപ്പോ അടുത്ത വർഷം ഇടാൻ പറ്റില്ല, ഇതൊക്കെ ഒണ്ടേ. ഇനിയിപ്പോ ഇത് യൂസ് ചെയ്യാം, ആ ക്ലിപ്പ് യൂസ് ചെയ്യാം, ബണ്ണ് യൂസ് ചെയ്യാം. വള പറ്റില്ല, കാരണം വള വലുതാവില്ല. ഇപ്പൊ കറക്റ്റാണ്, ഇപ്പൊ വള പാകാണ്. അപ്പോ റോട്ടിൽ കൂടെ ഒക്കെ വെള്ളം നനച്ചോണ്ടിരിക്കാണ്, പൊടിശല്യം കാരണം. ഇപ്പൊ ഓക്കെ. കൊടി വേണോ? കൊടി 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 കൊടി. കൊതുവല്ല കൊടി കൊടി. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത്ര ഒരുക്കാൻ പറ്റില്ലല്ലേ അല്ലേ? കയ്യിലിടാം, പിന്നെ തൊപ്പിയിടാം, അത്രേ പറ്റുള്ളൂ. പാടിച്ചു. പക്ഷെ വള അതിനനുസരിച്ചുള്ള സ്ലൈഡ് ബോയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. സ്ലൈഡ് ഞാൻ നോക്കി കഴിയും, സ്ലൈഡ് കിട്ടിയില്ല കേട്ടോ. സ്ലൈഡ് കഴിഞ്ഞു എന്ന് അറിഞ്ഞത്, കാരണം ഇന്നിപ്പോൾ സ്വാതന്ത്ര്യ ദിനമല്ലേ. ഇതിന് മുന്നേ ഈ സ്കൂളിൽ പരിപാടി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. കാരണം നമ്മളെ ഇവിടെ അടുത്ത് സ്കൂളുണ്ട്, LP UP സ്കൂളുണ്ട്. ഫ്രോക്കും ഉണ്ട്. നമ്മൾ പിന്നെ ഫ്രോക്കൊന്നും ഇങ്ങനെ വാങ്ങാനൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായാലും അതൊക്കെ പിന്നെ ഒറ്റ സമയം മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ പരിപാടിയൊന്നും അതിനായിട്ട് നടത്തിയില്ല. ചെറിയ സാധനങ്ങൾ, ഉള്ള സാധനങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, ഉള്ള സാധനങ്ങൾ കൊണ്ടിട്ട് പിന്നെ ഈ ഒരു സംഭവം റെഡിയാക്കി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. തറയിലിടരുത് കേട്ടോ, തറയിലിടാൻ പാടില്ലത്. ഇത് തറയിലിടാൻ പാടില്ല. ഇനിയിപ്പോ സ്കൂളിലും അംഗനവാടിയിലൊക്കെ പോകുമ്പോ പടച്ചവനെ ഇതേപോലെ ഒരുക്കി വിടണമല്ലോ ചക്കരെ. ഇതേപോലെ ഒരുക്കിട്ടാണല്ലോ വിടാനുള്ളത്. സ്കൂളിൽ പോവോ? ഞാൻ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് ചക്കരെ. എന്ത്? ഞാൻ സ്കൂളിലൊക്കെ പഠിക്കാൻ നല്ലപോലെ പോയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടോ? അതൊക്കെ ആണുങ്ങളല്ലേ, ചെക്കന്മാരല്ലേ, അതൊക്കെ ഉണ്ടാവും. എന്തൊക്കെ ചെയ്താലും പരീക്ഷയ്ക്ക് മാർക്ക് വരുമ്പോ ഇവരൊക്കെ മേപ്പോട്ട് നോക്കിയിരിക്കും എന്റെ റിസൾട്ട് കണ്ടിട്ട്. അതാണ് ഞാൻ. അപ്പൊ അതാവും എന്റെ കുട്ടി അങ്ങനെ ആവാൻ പാടില്ല. ഓക്കെ, പഠിക്കാനും പോണം.
പഠിക്കാനും പോകണം, പരീക്ഷയ്ക്ക് മാർക്കും വാങ്ങണം. ഓക്കെ, അപ്പൊ പഠിക്കാൻ പോവില്ല, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാവും അപ്പാക്ക്. എന്നാ കുട്ടീന്റെ വയലന്റ് ആയി തുടങ്ങി. എന്നാ പിന്നെ ചെക്കനെ ഇതൊക്കെ മാറ്റി കൊടുക്ക്. ഓക്കെ, ഒരറ്റത്ത് അവളെന്നെ അല്ലെങ്കിൽ അഴിക്കും. അതിനകത്ത് പിന്നെ സൂചിയൊക്കെ ഉള്ളതാണ്, അതൊക്കെ മാറ്റിക്കോ. അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ അഴിച്ചു വെച്ചു അല്ലേ? അഴിച്ചു വെച്ചില്ല ഡ്രസ്സൊക്കെ നമ്മള്? ഡ്രസ്സൊക്കെ നമ്മൾ അഴിച്ചു വെച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം വൈകുന്നേരമായി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ചായ കുടിക്കാൻ പോവാണ് അല്ലേ? ചായ കുടിക്കണ്ടേ നമുക്ക്? ചായക്ക് എന്തൊക്കെയാണ് ഉമ്മ ഉണ്ടാക്കിയത്? ചായക്ക് കടി എന്തൊക്കെ ഉണ്ടാക്കിയത്? സ്പെഷ്യൽ എന്താന്ന് വൈകുന്നേരത്തെ? പഴംപൊരി. എന്താണ്? പഴംപൊരി ഒക്കെ പറയും, എല്ലാ സാധനങ്ങളും പറയും. പഴംപൊരി എന്നൊന്നും പറയില്ല, അല്ലാതെ ഒരു ചെറിയ ചെറിയ വാക്കുകളൊക്കെ അവൾ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കമ്മൽ കാണിച്ചു തരും, തല കാണിച്ചു തരും, വള കാണിച്ചു തരും, അല്ലാന്ന് പറയും, എല്ലാം പറയും അല്ലേ നമ്മൾ? തല എവിടെ? തല എൻ്റെ കുഞ്ഞിൻ്റെ തല എന്തിയാ? തല എവിടെ? എവിടെ തല? എവിടെ? ഇതെന്താ? ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും കാട്ടിയിട്ട് ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ തിരിച്ചതേപോലെ ചോദിക്കും. പിന്നെ അബ്ബ മമ്മ ഒക്കെ വിളിക്കില്ലേ നമ്മള്? ഇപ്പോൾ ഫോണ് കണ്ടുകൊണ്ടാണ് മിണ്ടാതിരിക്കണത്. നിങ്ങളൊക്കെ ചെയ്യും. ഇവിടെ എത്ര നേരം മറ്റേ വണ്ടീൻ്റെ പുറത്തിട്ട് കളിക്കായിരുന്നു. എന്താ വേണ്ട? എന്താ വേണ്ട? എൻ്റെ ഇവിടെ ഇങ്ങനെ തൊട്ടിട്ട് ഇതെന്താ? 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 നമ്മളെ കമ്മൽ എവിടെ? എവിടെ കമ്മല്? ഇത് കമ്മൽ കാണിച്ചു കൊടുത്താ? എൻ്റെ കമ്മൽ കാണിച്ചു കൊടുത്താ? കൊമ്പ് നോക്ക്, കൊമ്പ്. തലയിൽ കൊമ്പ് കെട്ടിയത് എവിടെ നമ്മള്? എവിടെ? എവിടെ? ചായ കുടിക്കാൻ പാ ഇസ്. അങ്ങനെ നമുക്ക് ചായ കുടിക്കാൻ പാ. എന്തമ്മ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയല്ലോ ഒന്ന്? ചായൻ്റെ കൂടെ കട്ടൻ ചായയും പഴംപൊരി. എന്താ പാൽ ചായ ഇടാത്തപ്പോൾ? വേണ്ട, പാല് വാങ്ങിയ ചായ ഒഴിവാക്കണം. അങ്ങനെ ചായ ഒഴിവാക്കണം. നേരത്തെ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര തലവേദന. ചില ദിവസം ഞാൻ കുടിക്കൂല്ല. പാപ്പാക്ക് ചായ കിട്ടണം, പക്ഷേ നമുക്ക് അങ്ങനെ നിർബന്ധം അങ്ങനെ ആക്കി. എനിക്ക് വൈകിട്ടൊരു ചായ വേണമായിരുന്നു, അപ്പം വേണ്ടാതെ ഒഴിവാക്കി വരിക. ഒഴിവാക്കി കട്ടനിലേക്ക് തിരിഞ്ഞു. അപ്പൊ നല്ല അടി പൊടിച്ചൂട് പഴംപൊരി എന്നും പറയും, വാഴയ്ക്കാപ്പം എന്നൊക്കെ പറയുന്ന സാധനമാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ഓരോന്ന് കഴിച്ച് കട്ടൻ അടിക്കാം. കട്ടൻ കുടിക്കാം നമുക്ക്. വാ കട്ടൻ ചായ കുടിക്കാം. വാ. കട്ടൻ വേണോ? മോൾക്ക് വേണോ? കട്ടൻ വേണോ? ആയിരിക്കണം മോളെ. കട്ടൻ വേണോ എനിക്ക്? പഴംപൊരി വേണ്ട, പിന്നെന്തിനാ അത് കണ്ടപ്പോ കരുതി ഒരു പഴംപൊരി കഴിച്ചു. എന്താടി വേണോ? ചൂടാണ്, ചൂടുണ്ട്, ചൂടുണ്ട്. വേണോ? പഴംപൊരി വേണോ? എന്താ? എന്തെന്താ? ഇതെന്ത്? ഇതെന്ത്? ഇതെന്താ? പഴം. പഴം. മക്കളെ പഴം. ചായ. ചായ. വലത് കൈ കൊണ്ടാണ് കേട്ടോ കഴിക്കണത്. നിങ്ങളിപ്പോൾ സെൽഫി ക്യാമറ ഓണാക്കി വെച്ചിരിക്കുകയാണ്. അതായത് കാണുമ്പോൾ ഇടത്തെ കൈ കൊണ്ട് കഴിക്കുമ്പോൾ വരെ തോന്നും, പക്ഷെ അല്ല, വലത് കൈ കൊണ്ട് തന്നെയാണ് കഴിക്കണത് കേട്ടോ. ഓക്കെ, എല്ലാം മിററായിട്ടേ കാണുള്ളൂ. അങ്ങോട്ട് പറഞ്ഞാണ്. നിങ്ങളെ വീട്ടില് എന്താണ് ചായന്റെ കൂടെ സ്പെഷ്യൽ?